പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 13-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് വഞ്ചിപ്പാട്ട്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ഓ, മുത്തശ്ശന്റെ പാട്ട് സൂപ്പറാണല്ലോ. ഇതെന്ത് പാട്ടാണ് മുത്തശ്ശ? അതോ, ഇതാണ് വഞ്ചിപ്പാട്ട്. എന്താ മുത്തശ്ശ വഞ്ചിപ്പാട്ട്? രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തത്തിൽ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നതിന്റെ തലേരാത്രി കുചേലൻ പറയുന്നതാണ് ആ വരികൾ. ശ്രീകൃഷ്ണന്റെ സഹപാഠിയായ സുദാമാവ് ദ്വാരകയിലെത്തി ഭഗവാനെ കണ്ടു മടങ്ങുന്ന കഥയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഒരേ താളത്തിൽ ഒരു മനസ്സോടെ വള്ളം തുഴയുന്നവരെ ഒരുമിപ്പിക്കാൻ വഞ്ചിപ്പാട്ടിന്റെ താളം സഹായിക്കുമത്രേ. വായ്ത്താരികളാണ് ഇതിന്റെ ജീവൻ. പിറ്റേന്ന് സ്കൂളിലെത്തിയിട്ടും അപ്പുവിന്റെ മനസ്സ് വഞ്ചിപ്പാട്ടിൽ നിന്നും വിട്ടിരുന്നില്ല. അവൻ രാജു സാറിന്റെ സഹായം തേടി. സാർ, ഈ വഞ്ചിപ്പാട്ടിനെ പറ്റി പറഞ്ഞു തരുമോ? അതിനെന്താ, ആറന്മുള വഞ്ചിപ്പാട്ടിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇതൊരു സംഘപ്രവർത്തനമാണ്. ഗണപതി, സരസ്വതി, ഗുരുവന്ദനങ്ങൾ, ദേവതാവന്ദനം എന്നിവ പാടിയ ശേഷം ശ്രീകൃഷ്ണ കഥകൾ വർണ്ണിക്കുന്ന വഞ്ചിപ്പാട്ടുകൾ പാടും. പ്രധാന പാട്ടുകാരൻ 16 അക്ഷരങ്ങളുള്ള ഒന്നാമത്തെ വരിയുടെ പകുതി, അതായത് 8 അക്ഷരം പാടിക്കൊടുക്കുന്നു. മറ്റുള്ളവർ തെയ്തൈതകതൈതൈതോം എന്ന വായ്ത്താരി താളത്തിൽ ചൊല്ലുന്നു. വീണ്ടും ആ 8 അക്ഷരമുള്ള വരി പാടുമ്പോൾ തിത്തിത്താതിത്തൈതൈ എന്ന് ഏറ്റുപാടുന്നു. തുടർന്ന് 2 വരികളും ചേർത്ത് പാടുന്നു. മറ്റുള്ളവർ 2 പ്രാവശ്യം ഏറ്റുപാടിയിട്ട് തെയ്തകതകതക പാടുന്നു. പാട്ടുപാടി പള്ളിയോടങ്ങൾ തുഴഞ്ഞു കളിക്കുമ്പോൾ ലഭിക്കുന്ന ആവേശം വലുതാണ്. വീട്ടിലെത്തിയ അപ്പുവിനെ കാത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഇരുന്നത് വഞ്ചിപ്പാട്ടിന്റെ വിജ്ഞാനകോശമായിട്ടാണ്. കാപ്പികുടി കഴിഞ്ഞു വന്ന അപ്പുവിനോട് മുത്തശ്ശി പറഞ്ഞു, തിരുവാതിരക്കളിയുടെ പാട്ടുകളുടെ കൂടെ ധാരാളം വഞ്ചിപ്പാട്ടുകൾ ഞങ്ങൾ പാടാറുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൂടെ വൈക്കത്ത് നിന്ന് തോണിയിൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത രാമപുരത്തു വാര്യർ താൻ എഴുതിയ കുചേലവൃത്തം തുഴക്കാരുടെ താളത്തിനൊപ്പം പാടിയത്രേ. അങ്ങനെയാണ് ഈ പാട്ട് പ്രസിദ്ധമായത്. അതിനു മുമ്പും പിമ്പും നിരവധി വഞ്ചിപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. തോണി അഥവാ വഞ്ചി തുഴയുന്നവർ താളത്തിലും ഈണത്തിലും ചൊല്ലിയിടുന്ന പാട്ടാണിത്. വയലാർ രാമവർമ്മ കാവാലം ചുണ്ടൻ എന്ന സിനിമയിൽ എഴുതിയ കുട്ടനാടൻ പുഞ്ചയിലെ എന്ന പാട്ട് എല്ലാവരും ഒരു കാലത്ത് പാടി നടന്നിരുന്നു. ഓ തിത്തിത്താരാതിത്തിത്തൈതകതൈതോം. ശരിയാണ്, ആ പാട്ട് എനിക്ക് വരെ അറിയാം. അപ്പു പഠിക്കാനോടി. മക്കളെ, വഞ്ചിപ്പാട്ട് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.